IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. हीरो कैसा ना बहुत अच्छा, very wonderful. First of all, he's a wonderful artist and person parallelly, and very very decent and बहुत अच्छा actor है. First of all, ബിരിയാണി മേടിച്ചു കൊടുത്താലും കേട്ടോ his performance കൂടെ എനിക്ക് നല്ല ഇഷ്ടമായി. Very nice and very real. Most of our scenes, it didn't seem, when we were seeing the spot edit, it didn't seem one of the reasons was Vijayan sir, definitely. He is the main person behind it. And can I say that? Yeah, please do. Sir, I have seen Amit doing so many that police character fights. I want to make him a romantic hero. ആ സെറ്റില് എല്ലാ ആൾക്കാർക്കും 50 ദിവസത്തോളം ഷൂട്ട് ചെയ്തില്ല, 50 ദിവസം എല്ലാവർക്കും സാറിന്റെ മോഡുലേഷൻ കാണാപ്പാടമായി. പിന്നെ നമ്മള് പതിയെ നടന്നു പോകുമ്പോ ഏതെങ്കിലും കോർണറിൽ സാറിന്റെ മോഡുലേഷനിൽ ആരെങ്കിലും ഡയലോഗ് പറഞ്ഞ കേൾക്കാൻ പറ്റും. പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഭയങ്കര രസമാണ് അനുഭവം. എനിക്ക് തോന്നുന്നു അമിതിനൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അയ്യോ സത്യം. കാരണം അമിത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എറണാകുളം സെക്ടർ സിനിമകളും ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇത് വേറെ രീതിയിലുള്ള ഡയറക്ടറിയലും സ്ക്രിപ്റ്റും കാര്യങ്ങളും. അപ്പൊ അതിലേക്ക് ഒരു പഠിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് പറയുകയാണെങ്കിൽ അമിതിന് വന്നിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ. കാര്യം മറ്റേത് ചിലപ്പോ എന്തെങ്കിലും ഒരു ഡയലോഗ് നമ്മള് കയ്യിൽ നിന്ന് ചിലപ്പോ ആഡ് ഓൺ ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാറില്ല. അത് കുഴപ്പമില്ല, നമുക്ക് അതങ്ങനെ പോവാന്ന് പറയും. സാറിന് അങ്ങനെയല്ല വേണ്ട. സാർ പറഞ്ഞ അതേ സാധനം ഈവൻ മോഡുലേഷൻ പുള്ളിയുടെ മനസ്സിലുണ്ട്. ആ മോഡുലേഷനിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കും. അതുപോലും എന്നെ കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു മോഡുലേഷൻ മാറിയാൽ തന്നെ സാറ് പറയാം അങ്ങനെയല്ല, ഇങ്ങനെ പറയും. ബ്യൂട്ടി മനസ്സിലാക്കി ചിത്തിനി. അതെ അതെ. നിങ്ങൾ വിളിച്ചായിരുന്നു ചിത്തിനിയെ ഞാൻ വിളിച്ചു വന്നു. അങ്ങനെ ഞങ്ങള് പേര് പലപ്പോഴും പറയുന്നത് എല്ലാവരും പറയേണ്ട പേരാ. സിനിമ കാണുമ്പോ ഏത് സിറ്റുവേഷൻ കണ്ടാൽ മതി. നിങ്ങളൊരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു? ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് ഞാനും അമിതും ത്രൂ ഔട്ട് പടത്തിലുണ്ട്. ഒരു വിഷയമുണ്ട്. ചിത്തിനിയായിട്ടുള്ള കോമ്പിനേഷൻ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ? ആ ചിത്തിനിയായിട്ടുള്ള കോമ്പിനേഷൻസ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അത്ര ഹാപ്പി ആയില്ലെന്ന് പറയാൻ അല്ലല്ല. കാര്യം ഞാൻ ഇപ്പോ മണിച്ചിത്രത്താഴ് കണ്ട സമയം മുതല് കണ്ട ആൾക്കാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഡയലോഗ് ചേട്ടന്റെ ഫേസും ആ പേരുമാണ്. അപ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഒരു പടത്തിന്റെ സെറ്റിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ചേട്ടനൊപ്പമുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാനങ്ങനെ പറയാം, അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടനൊപ്പം എനിക്ക് ഫസ്റ്റ് പടത്തിന്റെ ആദ്യത്തെ ഷൂട്ട് തുടങ്ങി എനിക്കൊന്ന് അവസാന ലാസ്റ്റ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ചേട്ടനൊപ്പമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ യെസ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എക്സ്പീരിയൻസും കൂടെ ആവുകയാണല്ലോ. എക്സ്പീരിയൻസ് മാത്രമല്ല, ലീവിങ് യുവർ ഡ്രീം എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹവും ഇതും റിയാലിറ്റിയിൽ നടക്കുന്നത് വലിയൊരു ഇതിൽ. അത് ഇത്ര ലെജൻഡറി പടമാണ്. അതിലെ ഒരു ഏറ്റവും ഒരു കിടിലം ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. ആളിന്റെ ഒപ്പം നമ്മളിപ്പോ ഒന്ന് അഭിനയിക്കാൻ പറ്റാന്ന് പറയുമ്പോൾ അത് വലിയ റീ റിലീസിംഗ് ഒരുങ്ങാണ്. നമ്മളെല്ലാരും ആകാംക്ഷയോട് ഒരിക്കലും അപ്പൊ പേര് ഇനി പോവില്ലെന്ന് വർഷമായിട്ട് പോയിട്ടില്ല. ഇനി വീണ്ടും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ഗംഭീരമായിട്ടിരിക്കുന്നുണ്ട്. അത് വരുമ്പോ ആ പേര് വീണ്ടും വീണ്ടും നിൽക്കുകയാണ്. ആ പേര് അത് വീണ്ടും നിൽക്കുകയാണ്. ഇപ്പോഴും ഈ ആൾക്കാർ ചാനൽസ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ഇപ്പൊ തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും കാണാൻ സാധ്യത. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് പലരും കിട്ടിയിട്ടില്ല, പുതിയ തലമുറയ്ക്ക് പലരും കിട്ടിയിട്ടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും കാണാൻ സാധ്യതയുണ്ട്. ശരിക്കും ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ട് ഇപ്പൊ ചെയ്യുന്നത്. അതെ, പിന്നെ സ്ഫടികം തുടങ്ങി വെച്ചു. തുടങ്ങി വെച്ചിട്ട് ആ സൗണ്ട് സിസ്റ്റം. പക്ഷെ വേറെ ഒന്നും അതിൽ മാറ്റം വരുത്തിയിട്ടില്ല, മാറ്റം വരുത്താനും പാടില്ല. അങ്ങനെയാണ്. എല്ലാവരും പറഞ്ഞു ചോദിക്കാറുണ്ട് മണിച്ചിത്രമാണ് രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ രണ്ടാം ഭാഗത്തെ കുറിച്ച്. കാരണം വെച്ചാൽ ആ ഒരു സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടരുത്. കാരണം രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് പോകും. അല്ല സുധീഷ്, ഈ മണിച്ചിത്രത്താഴ് എന്നൊരു സിനിമ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമയായിരിക്കും, ഒരു മാറ്റമില്ല.
ആ സിനിമ എടുക്കുന്ന സമയത്ത് ഇത്തരം സബ്ജക്ട് മണിച്ചിത്ര നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഹൊറർ ഫിലിമാണ്, അതൊന്നും അങ്ങനത്തെ ഒരു സംഭവമാണ്. അതെങ്ങനെയാണ് സുധീഷ് അതിലേക്ക് പോവുകയും ചേരുകയും ചെയ്യുന്നത്? ലാലേട്ടൻ എല്ലാവരും ഉള്ള ഒരു സിനിമയിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ? അത് ഓർത്തെടുക്കുകയാണെങ്കിൽ ഫാസിൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനൊന്നും അല്ല ആ കാലഘട്ടത്തിൽ. പക്ഷേ ഫാസിൽ സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ, നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട്, അല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ്, എൻ്റെ സൂര്യപുത്രയ്ക്ക്, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംവിധായകൻ. ഇദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കും സ്വപ്നം കാണാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം ഒന്നാം ഞാൻ കോഴിക്കോട്ടുകാരനാണ്, അദ്ദേഹം ആലപ്പുഴ ഉള്ള ആളാണ്. സിനിമകളൊക്കെ ഈ പിന്നെ സ്ഥലങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ എന്നോട് ഒരിക്കൽ ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് നമ്മുടെ നടൻ മധുബാലിനെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മധുബാൽ പറഞ്ഞു, നല്ല നല്ല കഥാപാത്രങ്ങൾ സുധീഷ് ചെയ്യാൻ പറ്റും, ഫാസിൽ സാറിൻ്റെ സിനിമകളിലൊക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും, ഫാസിൽ സാറിനൊക്കെ ഒന്ന് വിളിച്ചോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആരെയും വിളിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഫാസിൽ സാറിന് നമുക്ക് അറിയ പോലും ഇല്ല, നമ്പറൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി നോക്കാം ഞാൻ ജസ്റ്റ് അങ്ങനെ വിട്ടു. ഞാൻ വിളിക്കാനൊന്നും പോയിട്ടില്ല, നമ്പർ അന്വേഷിച്ചിട്ടില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നത്. അപ്പം എന്താ പറയുക, എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു വലിയൊരു സിനിമയിലേക്കാണ് ഞാൻ പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുള്ള കാര്യം മനസ്സിലാവുന്നത്. ലാലേട്ടനും സുരേഷ് ഗോപിയും അതുപോലെ തിലകൻ ചേട്ടൻ, വേണു ചേട്ടൻ, പപ്പു ചേട്ടൻ, അങ്ങനെ ഗണേശ് ചേട്ടൻ, അങ്ങനെ തുടങ്ങി മൊത്തം. അപ്പം ഞാനൊരു കുഞ്ഞാണ് ആ സിനിമയിൽ ശരിക്കും പറഞ്ഞത്, ഏറ്റവും ചെറിയ ആൾ. അപ്പം ഞാനും വിചാരിച്ച് എന്താ പറയുക, ചെറിയ ആയിരിക്കും. കാരണം ഞാൻ അതുവരെ ചെയ്തൊക്കെ നല്ല നല്ല വേഷങ്ങളാണ്. അനന്തരം, മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, ചെപ്പടി ഇതൊക്കെ പറയുന്നത് മെയിൻ വേഷങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഞാൻ എന്തായിരിക്കും നോക്കുമ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഷൂട്ട് ചെയ്തതിലൊക്കെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ കുടുംബത്തിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ എത്തി നോക്കുന്നു, അവിടെ റിയാക്ഷൻസ്, കൂട്ടത്തിൽ റിയാക്ഷൻസ്, ഇടയ്ക്കൊരു ക്ലോസപ്പ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയ്യോ ഒന്നും ചെയ്യാനില്ലേ, വെറുതെ ആയിപ്പോയോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട്, നമ്മുടെ ഷാജി എന്ന് പറഞ്ഞിട്ട്, സാറിൻ്റെ പിന്നെ പെങ്ങളുടെ മകനാണ് അസോസിയേറ്റ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒന്നും ഇല്ലല്ലോ, സംഭവം ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെയുള്ളത് വെയിറ്റ് ചെയ്യും, മോഹൻലാൽ വരട്ടെ. ലാലേട്ടൻ അതുവരെ വന്നിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല. ലാലേട്ടൻ വരട്ടെ. അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളൊക്കെയാണ് അപ്പോൾ ഉള്ളത്. ആ സുരേഷ് ഗോപി, പിന്നെ തിലകൻ ചേട്ടൻ, വേണു ചേട്ടൻ, എല്ലാവരും ഉണ്ട്. തിലകൻ ചേട്ടൻ എത്തിയിട്ടില്ല, എന്നിട്ട് കൂടി വേണു ചേട്ടൻ, KPS ചേച്ചി, ഇന്നസെന്റ് ചേട്ടൻ, ഗണേശ് ചേട്ടൻ, ഇങ്ങനെയുള്ള പപ്പു ചേട്ടൻ, എല്ലാവരും ഉണ്ട്. അവിടെയാണ് പുറകെ കുടുംബത്തിലൊരാളായിട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ റിയാക്ഷൻസ്. ശോഭന മാഡം അവരൊക്കെ ഉണ്ട്. ലാലേട്ടൻ എത്തിയില്ല. ലാലേട്ടൻ വരട്ടെ, നീ വെയിറ്റ് ചെയ്യുന്നു. ലാലേട്ടൻ വന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും കാണുന്നില്ല. സ്ക്രിപ്റ്റ് കാണാനോ? അല്ല ചോദിക്കാൻ, നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് കഥയാണ് കിട്ടുന്നത് നമുക്ക്. സ്ക്രിപ്റ്റ് ശരിക്കും പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പോലും ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് പറഞ്ഞു തരുന്നു ഇങ്ങനെ ചെയ്യണം, ആ ഡയലോഗ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അത്രേ ഉള്ളൂ. നമുക്ക് അതൊന്നും വിഷയമല്ല, സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് അഭിനയിക്കാന്നുള്ള. അതെ. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോ എത്ര പിന്നെ എത്തി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുകയാണെങ്കിലും ഒക്കെ തന്നെ കറക്റ്റ് റിയാക്ഷൻസ് ഇടണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. എത്ര ബാക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫ്രെയിമിൽ ഏത് സ്ഥലത്താണെങ്കിലും ആ സീനിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ റിയാക്ഷൻ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മുടെ ഫേസ് വരിക എന്നുള്ളതല്ല, ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഏത് ഇതായിട്ട് ഞാൻ ചെയ്യും. അല്ല ഞാൻ പറയാം, ഇപ്പൊ ലാലേട്ടൻ വന്നതിന് ശേഷമാണ് നമ്മുടെ സീനുകൾ എടുത്തു തുടങ്ങിയത്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി. ഫസ്റ്റ് സീൻ ഏതായിരുന്നു? ഫസ്റ്റ് സീൻ എടുത്ത് ശരിക്കും ടൈലന്റാണ്. കാരണം കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും കോമ്പിനേഷൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഇല്ലേ ടൈലന്റ്, അതാണ് ഫസ്റ്റ് ലാലേട്ടാണ് കോമ്പിനേഷൻ എടുത്തത്. പിന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കുളത്തിൽ ചാടുന്ന സീനും പിന്നെ പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ. പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ. ഫാസിൽ സാർ ചെയ്തു, പ്രിയൻ സാറ് രാത്രി പിന്നെ ചിലങ്കയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ നടന്നു വരുന്നു, ലാലേട്ടനെ പിടിക്കുന്നു, മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള സീനൊക്കെ ഇല്ലേ, അതൊക്കെ പ്രിയൻ സാർ ഡയറക്ട് ചെയ്തു. പിന്നെ സിദ്ദിഖ് ലാൽ ചെയ്ത സീൻസ് ഉണ്ട്. സിബിം സാറ് പലവട്ടം പൂക്കാലം, ഞങ്ങൾ സൈക്കിളിൽ പോണില്ല, ഞാൻ ലാലേട്ടനും കൂടെ ഈ പിന്നെ ശോഭനയുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനിൽ അത് ചെയ്തത് സിബി സാറാണ്. ആ പാട്ട്
ചേട്ടൻ്റെ ഒരു ഇമോഷണൽ ഇതില്ലേ, ഒരു കരച്ചിലിന്റെ ഒരു തോന്നിട്ടുള്ള അത് ഫസ്റ്റ് അറിയാം. അത് ഫസ്റ്റ് അറിയാം. ഞാനും ലാലേട്ടൻ നമ്മളുടെ ഇമോഷൻ. അപ്പം ഇത്രയും വലിയ പടത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട വേഷമാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട വേഷം. കാരണം ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് എന്നെ സംശയിച്ചിരുന്നു ജനങ്ങൾ. അങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കും, അങ്ങനെ നമുക്ക് ഭയമായിരുന്നു. ചേട്ടൻ ഈ ഒരു പുതിയ ആളാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ക്യാരക്ടർ ഭയങ്കര ആർക്കാണത്, പല ഷെയ്ഡ് ചെയ്ത് പോവാ. അത് എന്തൊരു ഗംഭീര കഥാപാത്രമാണെന്ന് അറിയാം. അയ്യോ, അത് ഭാഗ്യം. അത്രയും വലിയൊരു ക്ലാസ് പടത്തിൽ അഭിനയിക്കാൻ പറ്റി. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി ഫ്യൂച്ചർ.